ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് CPIM ബന്ധം കൂടുതൽ ഉലയുന്നു. ഇരു പാർട്ടികളും നടത്താനിരുന്ന സഖ്യ ചർച്ചകൾ ഉണ്ടാകില്ല. ഇന്ത്യ സഖ്യ യോഗത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കോൺഗ്രസ് പുറത്തുവിട്ടതാണ് CPIMനെ ചൊടിപ്പിച്ചത്. അടുത്ത യോഗത്തിൽ CPIM ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും. കഴിഞ്ഞ യോഗത്തിൽ രണ്ട് പാർട്ടികളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ചർച്ചയാകാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. നോബിൾ മാരിക്കാരൻ ചേരുകയാണ്. നോബിൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധിയും ഖർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ വന്ന് പിണറായി മോദി ബന്ധം, അതോടൊപ്പം RSS CPM അന്തർധാര, എന്തുകൊണ്ട് പിണറായിയെ ED ലക്ഷ്യം വെക്കുന്നില്ല, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന്റെ ഒരു ദേഷ്യം ഇതുവരെ CPMന് മാറിയിട്ടില്ല. ആ പ്രശ്നത്തിന് തന്നെ പരിഹാരമാവുന്നതിന് മുമ്പാണ് ഈ ഇന്ത്യ സഖ്യയോഗത്തിലെ പ്രധാനപ്പെട്ട പ്രസംഗത്തിന്റെ വിവരങ്ങൾ കോൺഗ്രസ് തന്നെ പുറത്തുവിടുന്നത്. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണോ നോബിൾ? ഷിയാസ് കീർത്തന, വെരി ഗുഡ് മോർണിംഗ്. ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് CPM ബന്ധം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ യോഗം ചേർന്ന് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പരസ്പരം വീഴ്പ്പിലക്കുകയും പരസ്പരം ആരോപണ പ്രത്യാരോപണം ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെ ആ ഒരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയായിരുന്നു. ആ സമവായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ കോൺഗ്രസ് നേരത്തെ CPMനെ ക്ഷണിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ അന്നത്തെ ഇന്ത്യ സഖ്യ യോഗത്തിൽ ഒരു ചർച്ചയാകാമെന്ന് ബിട്ടാസിനോട് അറിയിക്കുകയും ബിട്ടാസ് നേതൃത്വത്തെ അറിയിച്ച് അതിന് തീരുമാനം അറിയിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ പ്രസംഗം കോൺഗ്രസ് പുറത്തേക്ക് വിട്ടത്. പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല, രാഷ്ട്രീയ പോരാട്ടം പിണറായിയുമായി തുടരുകയാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം വലിയ തരത്തിൽ ഇതിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ക്ലോസ് ഡോർ മീറ്റിംഗിൽ നടന്ന പ്രസംഗം കോൺഗ്രസ് പുറത്തുവിട്ടത് തന്നെ ഒട്ടും ശരിയായില്ല നിലപാടാണ് CPMനൊപ്പം ഇടതു പാർട്ടികൾക്കും ഉള്ളത്. എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഈ ഓഗസ്റ്റിലാണ് വീണ്ടും അടുത്ത ഇന്ത്യ സഖ്യ യോഗം നടക്കാൻ പോകുന്നത്. അന്ന് ശക്തമായ അതിരൂക്ഷമായ പ്രതികരണം ഇതിൽ എന്താണ് CPM നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രണ്ട് പാർട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ദേശീയ തലത്തിൽ ഒരുമിച്ച് പോകാനുള്ള ചർച്ചകളാണ് വരും ദിവസങ്ങളിൽ നടക്കാനിരുന്നത്. അക്കാര്യത്തിൽ CPM ഒരു തീരുമാനം ചർച്ചയ്ക്ക് വരണമോ അല്ലെങ്കിൽ ചർച്ചയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം CPM എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇത് വന്നുകൊണ്ട് തന്നെ അതിൽ CPM പിന്മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു കോൺഗ്രസ് CPM പ്രതിസന്ധി ദേശീയ തലത്തിൽ ഉടനൊന്നും പരിഹരിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രൂക്ഷ വിമർശനമാണ് നേതാക്കളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വലിയ തരത്തിൽ MAB ആണെങ്കിലും ബിട്ടാസ് ആണെങ്കിലും അല്ലെങ്കിൽ റഹീം ആണെങ്കിലും അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വലിയ തരത്തിൽ രൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്നലെ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് നേരത്തെ മോദിയെ പാർലമെന്റിൽ കെട്ടിപ്പിടിച്ച ആളാണ് രാഹുൽ ഗാന്ധി എന്ന വിമർശനമൊക്കെ പല കൊണ്ടു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണെങ്കിലും CPMനെ സംബന്ധിച്ച് ഇനി ഇപ്പോൾ കോൺഗ്രസുമായി പെട്ടെന്നൊരു സഖ്യ ചർച്ചയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാൻ സാധ്യത ഉണ്ട് നേരത്തെ തന്നെ റിപ്പോർട്ടുള്ള. പക്ഷേ അതൊക്കെ ഏതാണെങ്കിലും അസ്തമിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഇന്ത്യ സഖ്യ യോഗത്തിലായിരിക്കും ഇതൊരു പ്രശ്നപരിഹാരം ഉണ്ടാകാനുള്ള ചർച്ചകളിലേക്ക് പോകാം. ഒരുപക്ഷേ ആ ചർച്ചയിൽ വലിയ തരത്തിൽ CPM കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യത. CPI അടക്കമുള്ള മറ്റ് പാർട്ടികളും സമാന നിലപാട്. ശരി നോബിൾ, അപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പല തരത്തിൽ മുന്നോട്ട് പോവുകയാണ്.